പോയാ നമ്മുടെ ലിസ്റ്റിലെ ചക്ക മാങ്ങ തേങ്ങ പഴം ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഷു സദ്യ റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിഷു. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഒരു ചെറിയൊരു വിഷു, ഞങ്ങളുടെ ഫസ്റ്റ് വിഷുവാണ്. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വിഷു ഞങ്ങൾ ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ ഫസ്റ്റ് വിഷുവായിട്ട് ഞങ്ങൾ ആഘോഷിക്കുവാണ്. അപ്പം വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, വിഷു പ്രമാണിച്ച് നമ്മൾ നാളെ കണി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മളൊരു വലിയ ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഹരീഷ്മയുടെ ഒരു വലിയ ലിസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വലിയ ലിസ്റ്റ് ആണെങ്കിലും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് കണി വെക്കാനുള്ള പ്ലാനാണ്. അതായത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടണ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് കണി വെള്ളരിയും കണിക്കൊന്നയും അതില്ലാതെ പറ്റില്ലാത്തതുകൊണ്ട് അത് മാത്രം വെളിയിൽ നിന്ന് വാങ്ങിക്കും. ബാക്കിയല്ല ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള കണിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ സാധനവും, അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. ഫ്രൂട്ട്സ് ഒന്നും വെക്കുന്നില്ല. ഫ്രൂട്ട്സ് ഉണ്ട്, അല്ല കണി വെക്കാൻ ഫ്രൂട്ട്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ഇത് കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ലിസ്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാം. എനിക്ക് അറിയാവുന്നതൊക്കെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നെല്ല്, അരി, പഴം, ചക്ക, മാങ്ങ, തേങ്ങ, വെറ്റില, അടയ്ക്ക, വെള്ളരിക്ക, കണിക്കൊന്ന, പിന്നെ തുളസി, പറ, വിളക്ക്, പിന്നെ ചന്ദനത്തിരി, കണ്ണാടി, വെള്ളമുണ്ട്. ഉള്ള സാധനങ്ങൾ തന്നെ. അപ്പം പുറത്തുനിന്ന് നമ്മൾ സംഘടിപ്പിക്കേണ്ട ഈ സാധനം. നമുക്ക് ഓരോന്ന് തുടങ്ങാം. ഒടിഞ്ഞു പോയാ അപ്പോൾ ഗൈസ്, നമ്മൾ തേങ്ങ ഇടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇത് കത്തി ഇത് കെട്ടിയതൊക്കെ താഴത്ത് പോയി. പിന്നെ രണ്ടാമത് കെട്ടി സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് നമുക്കിത് പൊതിച്ചെടുക്കാം. അപ്പം പിന്നെ നമുക്ക് ഇത്രയും തേങ്ങ ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ പുതിയ കണി കാണിക്കാനുള്ള ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഇച്ചിരി എളുപ്പമാണ്. കാരണം കഴിഞ്ഞ അടുത്തിടയ്ക്ക് നമ്മൾ തേങ്ങ ഇട്ടതേ ഉള്ളൂ. അപ്പം കണി കാണിക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു പുതിയ തേങ്ങ തന്നെ, ഫ്രഷ് തേങ്ങ തന്നെ നമ്മൾ മരത്തിൽ നിന്ന് തെങ്ങയിൽ നിന്ന് വെട്ടിയെടുത്ത് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒരാളെ കൂടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്, ചക്ക. അപ്പോൾ നമുക്കിനി അടുത്തത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകാം. ഗൈസ്, നമ്മളിത് കഴിഞ്ഞ ദിവസം വെട്ടി വെച്ച് പഴുപ്പിക്കാൻ വെച്ചിരുന്ന പഴമാണ്. അതിൽ നിന്ന് ഒരു പടല പഴം കൂടി എടുക്കാൻ പോവാണ്. നമ്മുടെ ലിസ്റ്റിനകത്ത് പഴമുണ്ട്. ഇനിയാണ് നമുക്ക് അധ്വാനം കൂടുതലുള്ള സംഭവം. അതായത് ഇത് അവിടെ ഒരു മാങ്ങ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ മാങ്ങ എറിഞ്ഞ് വീഴ്ത്താൻ പോവാണ്. എത്ര ഏറിൽ വീഴുമെന്ന് അറിയത്തില്ല, കാരണം പണ്ടത്തെ പോലെയല്ല, ഉന്നമൊക്കെ കുറഞ്ഞു, പ്രായമൊക്കെ ആയി. അപ്പോൾ നമുക്ക് തുടങ്ങാം. വീണ അങ്ങനെ ഗൈസ്, നമ്മൾ കഠിനമായ ശ്രമങ്ങൾക്കൊടുവിൽ 3 മാങ്ങ എറിഞ്ഞിട്ടു. നമുക്കിനി അടുത്തത് കളക്ട് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ചക്ക, മാങ്ങ, തേങ്ങ, പഴം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് നെല്ല്, അരി, അതൊക്കെ അകത്തുനിന്ന് എടുക്കാനുള്ളത്. ഇതൊക്കെയാണ് പറമ്പിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ. ഇനി അടയ്ക്ക, തുളസിമാല, പിന്നെ വെറ്റില. അപ്പോൾ അതും കൂടി പുറത്തുനിന്ന് എടുക്കാറുണ്ട്. നമുക്ക് അതും കൂടി എടുക്കാം. വീണടാ ഓട്ടി.
അതും കൂടി വീഴാൻ. അങ്ങനെ നമ്മൾ 2 അടക്ക കൂടി കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കണിക്കൊന്നയും മറ്റേ കണി വെള്ളരിക്കയും കൂടി മാത്രം നമുക്ക് കളക്ട് ചെയ്താൽ മതി. അത് നമുക്ക് പുറത്ത് പോകണം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് സംഭവങ്ങളായി. ഇനി ബാക്കിയുള്ളത് നമുക്ക് അകത്തുനിന്ന് തന്നെ സെറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ തൂക്കാനുള്ള തുളസിമാല അരിഫ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് വിഷുക്കണിക്ക് വേണ്ട എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മളിത് ഇവിടെയാണ് വിഷുക്കണി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോയും വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളിത് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോകണം. അപ്പോൾ ഗൈസ്, നമ്മുടെ കണി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ള ബഡ്ജറ്റിൽ ലോ ബഡ്ജറ്റാണ്. കുറച്ച് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഞങ്ങൾ രണ്ടുപേരും ഉള്ളു. അപ്പോൾ നമ്മൾ അറിയാവുന്ന രീതിയിൽ, വൃത്തിയുള്ള രീതിയിൽ, കണ്ട ഒരു ഭംഗി കിട്ടുന്ന രീതി ഞങ്ങളതങ്ങ് അടുക്കി വെച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ കണി കാണാൻ വേണ്ടിയിട്ട് എണീക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ രാവിലെ കണി കണ്ടു. ഇതൊക്കെ രാവിലെ ആയിട്ട് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ കണ്ടു. വേറെ ആരുമില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡുകളൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ബീഫ് വരട്ടാനൊക്കെയാണ് പ്ലാനിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അത് കടയിൽ പോയി വാങ്ങണം. അപ്പോൾ ഫുഡിനുള്ള അറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ വിഷുവായിട്ട് രാവിലെ വിഷുക്കഞ്ഞിയാണ് കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഉച്ചത്തേക്കുള്ള നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ വിഷു സ്പെഷ്യൽ കഞ്ഞി കുടിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്യാം. ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഹരിഷ്മ ഇവിടെ കുക്കിങ്ങിലാണ്. ആദ്യം മോര് കാച്ചാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മളിത് മോര് കാച്ചാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ സ്പെഷ്യൽ ബീഫ് വരട്ടി ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യം മോര് കാച്ചി ഉണ്ടാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മോര് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വരട്ടാൻ പോവാണ്. അപ്പോൾ ബീഫ് റെഡിയാക്കാം. സവോള വാട്ടി തുടങ്ങാം. നമ്മുടെ സവോള വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിടാം. ഗാർലിക് പേസ്റ്റ് ഇടാം. പച്ചമുളകും തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ കുറച്ച് എരിവിന് നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കാം. അപ്പം നമ്മുടെ വിഷു സ്പെഷ്യൽ ബീഫ് വരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ ബീഫ് റെഡിയായി. ഇനി നമുക്ക് മൂടി വെച്ചേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ബീഫൊക്കെ വെച്ചു സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കണം. ഹരീഷിന് മീൻ വറുക്കാൻ പോവാണ്. പിന്നെ നമുക്ക് കുറച്ച് പപ്പടം കൂടി കാച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വിഷു സദ്യ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങളുടെ വിഷു സദ്യ, ഞങ്ങളുടെ ആദ്യത്തെ വിഷു സദ്യ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് ഞങ്ങളിതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സദ്യ കഴിച്ച് നമ്മുടെ ഇത്തവണത്തെ വിഷു അവസാനിപ്പിക്കാം. അപ്പോൾ ഞങ്ങൾ ബീഫ് ഉണ്ടാക്കി, മീൻ വറുത്തു, പപ്പടം, മോര് കാച്ചിയത്, അച്ചാർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് വിഷു അങ്ങനെ ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി സദ്യ കഴിക്കാൻ പോകണം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.